ഞാനിങ്ങനെയൊന്നുമല്ലായിരുന്നു, ഇതിനേക്കാളൊക്കെ അടിപൊളിയായിരുന്നു. വീട്ടിലാരാ ദോശ ചുടാറ്? ആണോ? എനിക്ക് കല്ല് വിടാൻ പറ, ഞാൻ വന്ന് മോളിലേക്ക് മറിച്ച് കഴിഞ്ഞ് നമ്മൾ ഇന്നൊരു ആസൂസിന്റെ ZenBook ലാപ്ടോപ്പ് സർവീസിന് വന്നിട്ടുണ്ട്. ഇത് കസ്റ്റമർ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന പറഞ്ഞതെന്ന് വെച്ചാൽ കീ ഓണാക്കി കഴിയുമ്പം പവർ ലൈറ്റ് എല്ലാം ഓണാവും, പക്ഷെ ലാപ്പ് നോ ഡിസ്പ്ലേ. നമ്മളതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ലാപ്ടോപ്പ് നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൊസസ്സർ ഏതെന്ന് വെച്ചാൽ Ryzen 5 ആണ്, വിത്ത് ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, 2 year old ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ലവണ്ണം ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യണം. ഏതായാലും നമുക്കൊന്ന് അഴിച്ചിട്ട് നോക്കാം. ഇത് 2 year old ലാപ്പാണ്. ഏതായാലും ആസൂസിൽ കംപ്ലൈൻറ്റ് ഒത്തിരി ഉണ്ട്. HP-ലൊക്കെ മദർ ബോർഡ് ഇഷ്യൂ കുറവാണ്, ഹയസ്റ്റ് ഇഷ്യൂ ആണ് നമ്മുടെ ആസൂസ് ലാപ്ടോപ്പ്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് അഴിച്ചു നോക്കാം. അതുമല്ല, ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റ് ലാപ്പാണ്. ZenBook എന്ന് വെച്ചാൽ ആസൂസിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന മോഡലാണ്. അപ്പോൾ ഇത് ഇത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ കാരണമില്ല. കാരണം Ryzen ആണ് ഗൈസ് പ്രശ്നം. ഇത് Ryzen പ്രൊസസ്സർ അത്ര ലാപ്ടോപ്പിന് ബെറ്റർ അല്ല. ഞാനിങ്ങനെയൊന്നുമല്ലായിരുന്നു, ഇതിനേക്കാളൊക്കെ അടിപൊളിയായിരുന്നു. എൻ്റെ കംപ്ലൈൻറ്റ് ഇതാണ്. നമ്മൾ ലാപ്പ് ഓണാക്കാൻ പോവാണ്. യെസ്, ഇത് കണ്ടോ, നമ്മുടെ പവർ ബട്ടൺ ലാപ്ടോപ്പ് ഓൺ ആയിട്ടുണ്ട്, പക്ഷേ നോ ഡിസ്പ്ലേ ആണ് ഇഷ്യൂ. നമുക്ക് കീബോർഡിൽ ലൈറ്റോ ഫങ്ഷൻ കീയോ ഒന്നും ബ്ലിങ്ക് ആവുന്നില്ല. എന്താ വെച്ചാൽ ഇത്ര പെട്ടെന്ന് നമ്മുടെ കീബോർഡിലെ ബാക്ക് ലൈറ്റ് യാതൊന്നും ഒരു റെസ്പോൺസും ഇല്ല. സൈഡ് ഓൺ ആയെന്നും പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ നമുക്ക് കത്തുന്നുണ്ട്, ബട്ട് നോ ഡിസ്പ്ലേ. നമുക്ക് ഏതായാലും ഒന്ന് അഴിച്ചു നോക്കണം. അതുമല്ല, ഇതിൻ്റെ ലാപ്പ് സൈഡ് നല്ല ഹീറ്റ് ആവുന്നുണ്ട്. പോരാത്തതിന് ഉറുമ്പ് നല്ലോണം കയറിയിട്ടുണ്ട് ഗൈസ്. അതുമല്ല, കസ്റ്റമർ ഇവിടെ എല്ലാം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇച്ചിരി സേഫായിട്ട് അഴിച്ചു നോക്കണം. 20 minutes later. ഈ ലാപ്പ് ഇതിനു മുന്നേ ഇഞ്ചസ് എല്ലാം റിപ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി സേഫായിട്ട് അഴിക്കാം. ബി കെയർഫുൾ ഗൈസ്. കാരണം നമ്മളെപ്പോഴും ഇതിൻ്റെ അഴിക്കാൻ നേരത്തെ ഇഞ്ചസ് കട്ടായ ലാപ്പൊക്കെ ആണെങ്കിൽ ഇച്ചിരി കെയർഫുള്ളായിട്ട് അഴിക്കണം. പിന്നെ കട്ടായി കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളെ വന്ന് വേണ്ടാത്ത പറയും. അപ്പോൾ നമ്മൾ ഇച്ചിരി സ്മൂത്തായിട്ട് അഴിച്ചാൽ അത്രയും നല്ലതായിരിക്കും. അതുമല്ല, ഞാനിപ്പോൾ ലാപ്പ് കുറച്ച് നേരം ഓണി വെച്ചായിരുന്നേ, നല്ലോണം ഹീറ്റാവുന്നുണ്ട് ബാക്ക് സൈഡ്. ഐ തിങ്ക് മദർ ബോർഡ് ഡമാർ ഗൈസ്. മദർ ബോർഡ് അടിച്ചു പോയി. നമുക്ക് ഏതായാലും ഒന്ന് അഴിച്ചു നോക്കാം. Ryzen പ്രൊസസ്സർ ആയതുകൊണ്ട് നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ബോസ് ഈ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ. ഇത് പിന്നെ നമുക്ക് നല്ല സിമ്പിളായിട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്.
കാരണം ഇതിൻ്റെ മുന്നേ ഒത്തിരി അഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിഷയമില്ല. ഇതെല്ലാം ആസൂസിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ലാപ്പാണ്, അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കുറവാണ്. പിന്നെ ഓവർ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഏതായാലും ഇതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കണം. പക്ഷേ ഈ മോഡലിൽ റാം ഇൻബിൽട്ട് ആണ് വരുന്നത്, നമുക്ക് റാം റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഇൻബിൽട്ട് റാം ആണ്. ബാറ്ററിയുടെ ലൈഫ് ഓവറാണ്, ഇച്ചിരി ബഫറായിട്ടുണ്ട് ബാറ്ററി. പിന്നെ CP ഫാനിൽ ഒത്തിരി ഡസ്റ്റ് ഒന്നുമില്ല. ഈ മോഡലിൽ റാം ഇൻബിൽട്ട് ആണ് വരുന്നത്. അതെന്ന് വെച്ചാൽ കമ്പനികൾ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. നമ്മൾ ഈ മോഡലിൽ ബാറ്ററി റിമൂവ് വരുന്നത് ഇങ്ങനെ ഒന്ന് ആദ്യം സ്ലൈഡ് ചെയ്യുക. ഈ ലോക്കിനെ സ്ലൈഡ് ചെയ്തിട്ട് വേണം ഇതിനെ മോളിലേക്ക് ഇങ്ങനെ മറിച്ച് കഴിഞ്ഞ് നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാം. സ്പെഷ്യലി നമ്മൾ SSD ആവട്ടെ എന്ത് റിമൂവ് ചെയ്യാൻ നേരത്തും ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതാണ് അത്രയും നല്ലത്. സേഫ്റ്റി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്നുവെച്ചാൽ ഈ മോഡൽ ആസൂസിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ലാപ്പായം കൊണ്ട് ഇവർ നല്ല രീതിയിൽ പ്രീമിയം ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. ബട്ട് മദർ ബോർഡ് അടിച്ചു പോയി ഗൈസ്. എന്നുവെച്ചാൽ പ്രീമിയം റാമൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്, NVMe റാമാണ്, സോറി SSD ആണ് NVMe. ഇത് NVMe സിംഗിൾ കട്ട് വരുന്നതാണ് ഈ ലാപ്പിന് കംഫർട്ടബിൾ. ഇതിന് നമ്മൾ ഡുവൽ കട്ട് SSD ഒന്നും ഇട്ടാൽ ഈ റാം ഇതിനെടുക്കത്തില്ല. അതുമല്ല നമ്മുടെ SSD ബർണാവും. അങ്ങനെ ഒരിക്കലും ഇടല്. ടൈറ്റ് ഇടാൻ നേരത്ത് ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ അവിടെ ഇടാൻ നിൽക്കരുത്. CP ഫാനിങ് ഒക്കെ റണ്ണിങ് ആണ്. നമ്മുടെ ഉറുമ്പ് സാറ് കാര്യമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ലാപ്ടോപ്പിന്. ധാരാളം ഉറുമ്പ് സാറുണ്ട് ഇതിൻ്റെ അകത്ത്, കണ്ടില്ലേ? ലാപ്പ് ഒന്ന് ചെറുതായിട്ട് ചൂടായപ്പോൾ തന്നെ ഇവന്മാരെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. നമുക്ക് ഏതായാലും ഡിസ്പ്ലേ കണക്ടർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ ഒരു ലോക്കുണ്ട്, ഇതിനെ ഹപ്പ് ചെയ്യുക, ഇതിൻ്റെ മുകളിലേക്ക് വലിച്ചാൽ മതി, സ്ലൈഡ് ചെയ്താൽ മതി അപ്പ് സൈഡിലേക്ക്. ലാപ്പല്ല, നമ്മൾ എപ്പോഴും കെയർഫുള്ളായിട്ട് ചെയ്യണം. പിന്നെ ഒരിക്കലും വർക്കിംഗ് കണ്ടീഷനുള്ള ലാപ്പൊന്നും ആരും അഴിച്ചിങ്ങനെ ചെയ്യാൻ പോയേക്കല്ലേ. പിന്നെ ഏതൊരു ലാപ്പാണെങ്കിലും നമ്മളൊരു 2 ഇയർ ഓർ 3 ഇയർ ആ ടൈമിൽ നമ്മളൊന്ന് നിയറസ്റ്റ് സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ അറിയാവുന്നവർക്കാണ് ചെയ്യുക. നമ്മൾ അഴിച്ചിട്ട് ഈ CPU ഫാനിലെ ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇല്ല എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഡസ്റ്റ് ഇരുന്ന് ബ്ലോക്കായിട്ട് ഇപ്പം ഈ ലാപ്പ് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ എല്ലാം ഡസ്റ്റ് ബ്ലോക്ക്ഡ് ആണ്, കറക്റ്റായിട്ട് എയർ സർക്കുലേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സർവീസ് ചെയ്യണം ഒരു 3 കൊല്ലത്തിൽ ഒരിക്കൽ. ഒത്തിരി കസ്റ്റമർക്ക് ഇത് സർവീസ് ചെയ്യാണ്ട് ഇവരിങ്ങനെ വെക്കും, ഉള്ള പൊടിയെല്ലാം പോയിട്ട് ലാസ്റ്റ് ലാപ്പ് ഓവർ ഹീറ്റായിട്ട് റൈസൻ പ്രൊസറും കൂടെ ആയി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഹീറ്റാവും ഈ സാധനം. ഇത് കണ്ടില്ലേ, ഗ്രാഫിക്സ് കാർഡുണ്ട്, റൈസൻ പ്രൊസറുണ്ട്.
അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് ഹീറ്റായി കഴിയുമ്പോൾ മദർ ബോർഡ് അടിച്ചു പോകാനുള്ള ചാൻസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കണക്ടർ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് ഇട്ടിട്ട് നോക്കാം. ഒരു പക്ഷേ ഓൺ ആയാലോ എന്നുവെച്ചാൽ ഈ ലാപ്പ് മദർ ബോർഡ് കംപ്ലൈൻറ്റ് വന്നാൽ റിപ്പയർ ആവത്തില്ല. റൈസൺ പ്രോസർ ആയതുകൊണ്ട് നല്ല ഹീറ്റടിക്കുന്നുണ്ട് ഈ ലാപ്പ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇരുന്നോന്ന് നോക്കണം. യെസ്, എന്നിട്ട് നമ്മൾ ഇത് വീണ്ടും ഇത് കാണും. അതുമല്ല, ഈ റാപ്പ് ഇതിനു മുന്നേ ഇഞ്ചസ് എല്ലാം റിപ്പയർ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ അതിലൊന്നും തൊടാൻ പോകുന്നില്ല. തൊട്ട് കഴിഞ്ഞാൽ പണിയാവും ഗൈസ്. 2 സൈഡിലെ ഇഞ്ചസ് ഇത് റിപ്പയർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ലാപ്പ് ഒന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാം. ഇടുക, തിരിച്ചിട്ട് ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. അതിനെ ആ ബാറ്ററിയുടെ മുകളിലേക്ക് തന്നെ ഗമ്മുണ്ട്, അതിൽ ഒട്ടിച്ച് വെക്കുക. ഇത് നമ്മൾ എടുത്ത ബാറ്ററി ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് CPU ഫാനൊന്നും നോക്കാനില്ല, ഇത് ആൾറെഡി റണ്ണിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കണക്ടർ ഉണ്ട്, അത് ഡിസ്പ്ലേക്ക് പവർ പോണ കണക്ടറാണ്. അതും ഒന്ന് നോക്കാം. ഈ ചെറുത് ഇപ്പം നമ്മൾ ഡെല്ലും ലെനോവയുടെ ലാപ്പൊക്കെ വരും, സ്ലിം 5 HP ലൈറ്റ് ബുക്കൊക്കെ. അത് നമ്മൾ അത് പ്രീമിയം ലാപ്പിൽ വരുന്ന ഇതേ ഈക്വൽ സെഗ്മെൻറ്റിൽ വരുന്നതാണ്. പക്ഷേ ആസൂസിന് വെറും പ്രൈസ് ചീപ്പറാണ്. അപ്പം ലെനോവയുടെ സ്ലിം 3, സ്ലിം 5 അത് 14 ഇഞ്ചിൻ്റെ ലാപ്പ് വരും. അത് സൈസ് സെയിം ആണ്. അപ്പോൾ അതിലൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, HP ആണേലും. പക്ഷേ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആസൂസ് ലാപ്ടോപ്പ് എടുക്കല്ലേ ഗൈസ്. ഞാൻ തന്നെ ആസൂസ് സെയിൽ ചെയ്യലില്ല. ഞാൻ പ്രീമിയം ലാപ്ടോപ്പിൽ ലെനോവ ചെയ്യും, HP ചെയ്യും. HPയുടെ എല്ലാ ലാപ്പും നല്ലതാണ്, കംപ്ലൈൻ്റ് ഒന്നുമില്ല. എന്നുവെച്ചാൽ ഞാൻ സെയിൽ ചെയ്തതിൽ സാധാരണ ലാപ്പുകൾ യാതൊന്നും 1-2 കീബോർഡ് ഇഷ്യൂ വന്നിട്ടുണ്ട് വാറൻറ്റി പീരീഡിൽ തന്നെ. അത് കമ്പനിയൊക്കെ ഫ്രീ റിപ്ലേസ് ആയിട്ടുണ്ട്. പിന്നെ യാതൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല കസ്റ്റമർക്ക്. കസ്റ്റമർ 3 വർഷം നമ്മളിപ്പോൾ ഒരു വാറൻറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ കസ്റ്റമർ ഇന്ന് 4 വർഷം കഴിഞ്ഞു അത് ഉപയോഗിക്കുന്നവരുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ആ കസ്റ്റമർ ഈസ് വെരി വെരി സാറ്റിസ്ഫൈഡ്. ബട്ട് ആസൂസ് ഈസ് വേറെ ലെവലാണ് ഗൈസ്. കംപ്ലൈൻറ്റിൻ്റെ കലാകേന്ദ്രമാണ് ആസൂസ് ലാപ്ടോപ്പ്. അതുകൊണ്ട് പ്രൈസ് എപ്പോഴും നോക്കല്ലേ നമ്മൾ. പ്രൈസ് ചീപ്പറെന്ന് വെച്ച് ആരും എടുക്കല്ലേ. എടുത്താലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു 3 ഇയർ വാറണ്ടി അഡീഷണൽ ചെയ്യണം. അപ്പം നമുക്കിനി ലാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഇഞ്ചസ് കട്ടായത് കൊണ്ട് നമുക്ക് ബാക്ക് സൈഡ് നല്ലവണ്ണം സ്ക്രൂ എല്ലാം ഇട്ടിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ വല്ല ഇഞ്ചസ് കട്ടായ കസ്റ്റമർ ലാസ്റ്റ് ചൊറയാക്കും ഗൈസ്. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ SSD ഇട്ട് നമ്മളൊന്ന് ഡിസ്പ്ലേ കണക്ടർ ഈ ഡിസ്പ്ലേ കണക്ടർ ഡിസ്കണക്ട് ചെയ്തിട്ട് നോക്കി. ഇനി ഇതൊന്നും അഴിച്ചിട്ടൊന്നും നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇനി കംപ്ലൈൻറ്റ് ഉണ്ട്, ബോർഡ് ടെസ്റ്റ് ചെയ്യണം. അത് ഓവർ ഹീറ്റ് വരുന്നതും കൊണ്ട് റിപ്പയർ ചാൻസസ് തീരെ കുറവാണ്. റിപ്പയർ ആവാനുള്ള ചാൻസ് തീരെ കുറവാണ്. അപ്പോൾ നമുക്കൊന്നിൻ്റെ സ്ക്രൂ എല്ലാം ഇട്ട് ഓണാക്കാം. എനിക്കെന്ന് വെച്ചാൽ ആസൂസിൻ്റെ എൻക്വയറീസ് ധാരാളം വരാറുണ്ട്. ഞാൻ ചെയ്യാറില്ല. ഞാൻ കസ്റ്റമറിനോട് ഓപ്പൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് പറയും. കസ്റ്റമറെല്ലാം HP-ലേക്കാണ് ഇപ്പോൾ പോകുന്നത് അധികവും. HP-യുടെ നോർമൽ ലാപ്ടോപ്പിനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കംപ്ലൈൻ്റ് ഉള്ളത് നമ്മളെ HP-യിലെ ഗെയിമിങ് ചില ലാപ്ടോപ്പുകളുണ്ട്, വിക്ടസ് എല്ലാം. വിക്ടസ് ഇപ്പോൾ വരുന്നത് കുഴപ്പമൊന്നുമില്ല.
ആദ്യം വന്ന പാവിലിയൻ ഗെയിമിംഗ് ലാപ്ടോപ്പ് എല്ലാം മദർ ബോർഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു ഹയസ്റ്റ്. അപ്പോൾ കസ്റ്റമർ എടുക്കുമ്പോൾ 3 വർഷം വാറണ്ടി എടുത്താൽ കുഴപ്പമില്ല. അതുമല്ല, നമ്മളിപ്പോൾ ലാപ്പ് മദർ ബോർഡ് കംപ്ലൈൻറ്റ് ഒന്ന് റിപ്പയർ ആയാലും സെയിം റിപ്പീറ്റ് അഗൈൻ ഇഷ്യൂ വരുവാണ്. അതുകൊണ്ട് അപ്ഗ്രേഡ് ന്യൂ ലാപ്ടോപ്പാണ് ബെറ്റർ. നമുക്ക് ഏതായാലും ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കി നോക്കാം. ആപ്പിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ, ഫോൾഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഇഞ്ചസിൻ്റെ ഈ സംഭവം നിലത്തേക്ക് ഇങ്ങനെ ടച്ച് ആയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നാ സംഭവിക്കുക, നമ്മുടെ ഇഞ്ചസ് കട്ടാവാനുള്ള ഒത്തിരി ചാൻസസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരിക്കലും ഇങ്ങനെയുള്ള ലാപ്പ് നമ്മൾ എടുക്കാണ്ടിരിക്കുക. ഇത് ടേബിളിൽ ഈ സാധനമാണ് ടച്ച് ആവേണ്ടത്, ഇതിൻ്റെ ബോട്ടം സൈഡ് ഡൗൺ സൈഡ്. പക്ഷേ ഇത് ഡിസ്പ്ലേയുടെ എഡ്ജാണ്. അപ്പം നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ ഇച്ചിരി ഫോഴ്സ് ചെയ്ത് ഫോൾഡ് ആക്കുമ്പം ഇവിടെ ഇങ്ങനെ കട്ടായി വരാനുള്ള ചാൻസസ് ഒത്തിരി ഉണ്ട്. അപ്പം നമ്മളൊന്ന് ലാപ്പ് ഓൺ ആക്കി നോക്കാം. തൽക്കാലം ഈ നിധി നിന്റെ വിധിയായിട്ട് കരുതിയാൽ മതി മോനെ. സെയിം ഇഷ്യൂ ആണ് ഗൈസ്. ഏതായാലും ഞാൻ മദർ ബോർഡ് ഒന്ന് റിപ്പയറിലേക്ക് ഇടുന്നുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് ലാപ്പ് ആയോ ഇല്ലയോ എന്നും പറഞ്ഞില്ലേ, ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇതിടുന്നതായിരിക്കും. ഈ ലാപ്പ് റിപ്പയർ ആവത്തില്ലെന്നും പറഞ്ഞു. ഇനി ഞാൻ എക്സ്ട്രാ ഒരു വീഡിയോ ഏതായാലും ചെയ്യുന്നില്ല. സെയിം ഇഷ്യൂ, ലാപ്ടോപ്പ് ഓൺ ആവുന്നില്ല. നോ ഡിസ്പ്ലേ. മദർ ബോർഡ് എങ്ങനെ റിപ്പയർ ആയാലും ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.